ഏറ്റവും മധുരമായിട്ടുള്ള ഗാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് വേദനകളുണ്ടാകാം എന്ന്. ഇതുപോലെ ശ്രീ സന്ദീപിൻ്റെ മനസ്സും എനിക്ക് തോന്നുന്നത് അത് ഒരുപാട് ആകാശയാത്രകളിലൂടെ ആയിരുന്നു. നമ്മെപ്പോലെ രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നിരിക്കില്ല. കാരണം അദ്ദേഹത്തിനറിയാം തനിക്ക് കിട്ടിയിട്ടുള്ള നാളുകൾ വരും വിളിക്കും ഞാൻ പോകും വാതിൽ പൂട്ടാതെ അക്ഷമം, വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഇറങ്ങി പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത്തരമൊരു വിശ്രമത്തിന് തൻ്റെ ജീവിതത്തെ കൊടുത്തില്ല എന്നുള്ളതാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഗീത വഴികളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അനുജൻ ശ്രീ സുഹാസ് കാളത്തിമേക്കാട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള മാതാപിതാക്കളെ ലഭിക്കുകയാണ് എന്നുള്ളതുമാണ്. ശ്രീ ശർമ്മ സാറ് ഇത്ര തുറസ്സായി മക്കളോട് സൗഹൃദത്തോട് എന്നുള്ളതുപോലെ പെരുമാറിയിട്ട് അവരുടെ വഴികളെ തൻ്റെ വഴികളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെ അവർക്ക് ലോകത്തിലേക്ക് വലിയൊരു പ്രകാശം പരത്താൻ കഴിയുന്ന രീതിയിലേക്ക് വാതായനങ്ങൾ തുറന്നിട്ട് കൊടുത്ത മാതാപിതാക്കൾ. പക്ഷേ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കലാലോകത്ത് കാണുന്നത് പോലെ സന്ദീപ് ഒരിക്കലും ഇത്രയധികം ഔന്നത്യത്തിലായിരുന്നു സന്ദീപ് നിന്നത്. അക്ഷരങ്ങളുടെ ലോകത്തായാലും സംഗീതത്തിൻ്റെ ലോകത്തായാലും തൻ്റെ ശാസ്ത്ര ലോകത്തായാലും ഇത്രയേറെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും ലളിതമായി തന്നെ ആർക്കും ആദ്യം കൈനീട്ടുന്ന ഒരു വ്യക്തി, ആർക്കും ആദ്യം താനായിരിക്കും കൈനീട്ടുന്നത്. അങ്ങനെ കൈനീട്ടുന്ന ആ സന്ദീപ് ഒരിക്കലും തന്നെ വിൽപ്പനച്ചരക്കാക്കിയില്ല എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഒരു ചെറിയ കവിത എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു ചെറിയ കലാപ്രകടനം നടത്തിയാൽ മതി, അതിൻ്റെ വലിയ വലിയ പോസ്റ്ററുകളുമായിട്ട് സ്വയം തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നോക്കുക, സന്ദീപിനെ നോക്കുക, നമ്മൾ സന്ദീപിലേക്ക് തിരിച്ചു നോക്കുക. സന്ദീപ് ഒരിക്കലും തന്നെ ഒരു വിൽപ്പന ചരക്കാക്കി ഈ ആധുനികമായ ഈ ലോകത്ത് സന്ദീപ് വച്ചില്ല. അതുകൊണ്ട് തന്നെ സന്ദീപിനെ തിരിച്ചറിഞ്ഞവരുടെ കൂട്ടവും വളരെ കുറവാണ് സന്ദീപിനെ തിരിച്ചറിഞ്ഞവർ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് പേരെ സന്ദീപിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. കാരണം സന്ദീപ് തന്നെ കമ്പോളത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. 2 പുസ്തകമാണ് ശ്രീ സന്ദീപ് എഴുതിയത്. ഒന്ന് ഷിയർ ഇക്കോസ് ഓഫ് ടൈം എന്ന് പറയുന്ന കവിതാഗ്രന്ഥം, അടുത്ത പുസ്തകം എന്ന് പറയുന്നത് കംപ്ലയിൻസ് ഓഫ് എ സെൽഫിഷ് സോൾ. അദ്ദേഹത്തിൻ്റെ ഒരു കവിത അദ്ദേഹം പറയും, എനിക്ക് സൂര്യനേക്കാളും എനിക്കിഷ്ടം പകലിൻ്റെ സൂര്യനേക്കാളും എനിക്കിഷ്ടം ചന്ദ്രനെയാണ് എന്ന്. തീക്ഷ്ണതകളെ ആലിംഗനം ചെയ്ത ഒരു കവിയായിരുന്നില്ല, ഒരു കലാകാരനായിരുന്നില്ല, ശാസ്ത്രകാരനായിരുന്നില്ല സന്ദീപ് എപ്പോഴും സൗമ്യമായ ഒരു നിലാതലോടലായിരുന്നു സന്ദീപ്. അത് തൻ്റെ എല്ലാ കർമ്മങ്ങളിലും തൻ്റെ ചിന്താമണ്ഡലങ്ങളിലെല്ലാം ഈ കലയെ അദ്ദേഹം ആവാഹിച്ച് എടുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഡമരു എന്ന് പറയുന്ന ഒരു കവിത എനിക്ക് അയച്ചു തന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്നും പറഞ്ഞ് ഒരു കവിത എനിക്ക് അയച്ചു തന്നു. ആ ഡമരു എന്ന് പറയുന്ന കവിതയിൽ നമ്മൾ വായിച്ച് കഴിയുമ്പോഴാണ് ഒരു കലാകാരൻ ഒരു ശാസ്ത്രകാരൻ എങ്ങനെയാണ് ഒരു കലാകാരനെ കൂടി ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ഒരു ഡമരു താളത്തെ കണ്ടെത്തുകയും അത് ആദിയിൽ തന്നെ അത്തരമൊരു താളം ഇവിടെ നിലനിന്നിരുന്നു എന്നും ഇത് നാം എല്ലാം മറഞ്ഞാലും അത്തരമൊരു താളം ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുമെന്നും
നാം തിരിച്ചറിയേണ്ടത് ഈ ഡമരുതാളത്തിൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമാണ് ഈ പ്രപഞ്ചമെന്നും അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സംഗീതമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കവിതയാണ് അദ്ദേഹം എനിക്ക് എഴുതി തന്നത്. ഇറ്റ് ഈസ് ഫോർ യു എന്നും പറഞ്ഞിട്ടാണ് എനിക്ക് ഫേസ്ബുക്കിലൂടെ അയച്ചു തന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളത്തിൽ കുത്തിക്കുറിക്കുന്ന ഒരാളാണ്. പലപ്പോഴും എനിക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനക്കുറവുകൊണ്ട് ഞാൻ പലപ്പോഴും ശ്രീ സന്ദീപിനോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞൊടിയിടയിൽ തന്നെ അത് ഇംഗ്ലീഷിലാക്കി എന്നിലേക്ക് തന്നെ തിരിച്ചു തരുമായിരുന്നു. ആ മഹാനായ കലാകാരൻ സന്ദീപ്, അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് തരാൻ ഉണ്ടായിരുന്നിരിക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ തനിക്കാവോളം പ്രതിഭകൾക്ക്, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയുണ്ട്, പ്രതിഭകൾക്ക് പ്രവേശനം ഇല്ലെൻ്റെ മുറിയിൽ വയ്യനിക്ക് അവരുടെ സർപ്പസാന്നിധ്യം സഹിക്കുവാൻ എന്ന്. ഇത് ഇത്രയധികം പ്രതിഭയായിരുന്നിട്ടും ഒരിക്കലും ഒരു സർപ്പസാന്നിധ്യമായി മാറാതെ ഏറ്റവും സൗമ്യ സാന്നിധ്യമായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു മനോജ്ഞ വ്യക്തിത്വമായി ആ അസ്വസ്ഥതയുടെ മനസ്സ്, അശാന്തിയുടെ മനസ്സ്, കാരണം ഞാൻ അശാന്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രയേറെ അശാന്തതകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൽ നിന്ന് അത്രയേറെ മനോഹരമായ കാവ്യശില്പങ്ങൾ പുറത്തേക്ക് വരൂ. ആ മഹാനായ കലാകാരനെ, ആ ശാസ്ത്രകാരനെ ഈ വേദിയിൽ വച്ച്, ഈ കലയുടെ നിറഞ്ഞ അരങ്ങിൽ വച്ച് അനുസ്മരിക്കാൻ കഴിഞ്ഞതിൽ, അതിന് എനിക്ക് ഒരു വലിയ അവസരം തന്നതിന് ഈ കഥകളി ക്ലബിനോടും അതുപോലെ പ്രത്യേകിച്ച് ശ്രീ മുരളീധരൻ മാസ്റ്ററോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾക്ക് മുൻപിൽ എൻ്റെ അശ്രുപൂർണമായ സ്നേഹപൂർണമായ അഞ്ജലികൾ അർപ്പിക്കുന്നു.